ഗൈസ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം, അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. നല്ല നല്ല ഫുഡുകൾ അടിക്കുക. അപ്പോൾ ഇന്ന് നമ്മളൊരു യമനി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടുന്ന് നല്ല പൊറാട്ട റൊട്ടി എന്ന് പറയും, നമ്മളെ നാട്ടിലുള്ള പൊറാട്ടല്ലേ അതേപോലുള്ള വലിയ റൊട്ടി 2 വാങ്ങിട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ശക്ഷൂക്കയും വാങ്ങി. ശക്ഷൂക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോഴിയോട്ട് അങ്ങനെ കൊത്തിപ്പാർന്നുണ്ടാക്കുന്ന ഒരു സാധനം. പിന്നെ ജിർജിറയിലയും ഉള്ളിയും ലൈമോണും സംഭവങ്ങളൊക്കെ അതും കിട്ടിയിട്ട് നമ്മളെ കൂട്ടുകാരൻ നമ്മളെ ചങ്ക് സൈനും കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ ഓനായിരുന്നൊരു ലൈമോൺ എടുത്തിട്ട് ലൈമോൺ അതാ എടുത്ത് പിയാനുള്ള പരിപാടിയാണ്. എനിക്കാണെങ്കിൽ പള്ളയെ പയച്ചിട്ട് തിന്നൂടാ. നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കുക. അപ്പോൾ എല്ലാവരും പറയും ഫുഡ് അടിച്ച് സന്തോഷിക്കണമെങ്കിൽ കായ് വേണ്ടതെന്ന്. കായ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ പണിക്ക് പോകണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് പോവുക, എന്നിട്ട് അന്തിക്ക് നല്ല ഫുഡ് അടിക്കുക. ഓക്കെ, ഉച്ചക്കും നല്ല ഫുഡ് അടിക്കുക. നല്ല ചൂടുള്ള പരിപ്പിലാ റൊട്ടി ഇങ്ങോട്ട് മുക്കി അണ്ണാക്കിലേക്ക് ഇട്ടപ്പോഴേ എൻ്റെ അണ്ണാക്ക് പൊള്ളിപ്പോയി. പിന്നെ അത് ആ ഇല ഗുഡ് ഫോർ ഹെൽത്ത്, ഗുഡ് ഫോർ സ്കിന്നാണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ യമനി റെസ്റ്റോറൻറ്റിലാണുള്ളത്. ഒന്നുകൂടി പറയുകയാണ്, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. മഗ്ലൂബുണ്ട്, മദ്കൂത്തുണ്ട്, അൽഫാമുണ്ട്, ഷവായ ഉണ്ട്, ഷവർമ്മ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ആ പൊറാട്ട പോലുള്ള റൊട്ടി ആയതുകൊണ്ടാട്ടോ ഞാനങ്ങനെ പറയുന്നത്. നമ്മൾ 2 ഹംലിയാത്തല്ല കേട്ടോ, കിൻസ എന്ന് പറയുന്ന ഒരു പെപ്സിയും കിൻസ എന്ന് പറയുന്ന ഒരു ഹംലിയാത്തും നമ്മൾ വാങ്ങി. ഈ മടമടാന്ന് ഞാനങ്ങോട്ട് കുടിച്ച്. നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമായിക്കുമല്ലോ അല്ലേ? എന്തായാലും നിങ്ങൾ നല്ല സന്തോഷിക്കട്ടോ, ഫുഡ് അടിച്ചങ്ങോട്ട് സന്തോഷിക്കുക. നമുക്ക് അതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പും ഉണ്ട് കേട്ടോ. ജിർജിറയിലേക്ക് നമ്മൾ തീർത്ത്. ഓനക്കും സൂപ്പ്, എനിക്കും സൂപ്പ്. എനിക്കും പെപ്സി, ഓന് ഹംലിയാത്ത്. അങ്ങനെ നമ്മളിത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൻ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, അത് വേറെ കേസ്. സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. എല്ലാ വിധത്തിലും നമ്മൾ സന്തോഷിക്കുക, നമ്മളെ കൂടെ ഉള്ളവരെയും സന്തോഷത്തിലാക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവസാനം അത് ആ സൂപ്പ് ഇങ്ങനെ അതിന് മുക്കി അങ്ങനെ കുടിക്കണ്ടോ. നല്ല ആട്ടും സൂപ്പാണേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, കൂടെ ഉള്ളവരെ സന്തോഷത്തിലാക്കുക. അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി നമ്മളിത് അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ.